നമ്മളതൊക്കെ ഇപ്പൊ നിങ്ങളും കൂട്ടുകാരല്ല, നിങ്ങൾക്ക് നിൽക്കൊണ്ടപ്പോ തീരട്ടെ, അതൊന്നും വലിയ സീനൊന്നും ഇല്ല. പോളിയാ അതൊന്നും ഇല്ല, അതൊക്കെ സെറ്റാണെന്നേ. നമുക്ക് ഇനി ഇടി വെക്കാം, നമുക്ക് ഇനിയും വഴക്കിടാം. കണ്ടസ്റ്റന്റ് ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ബിക്കോസ് എനിക്കത് നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടല്ലയാ, മനസ്സിലായോ? നിനക്ക് ഞാൻ ഒറ്റ കാര്യം എന്നോട് ചോദിക്കട്ടെ, ഇന്ന് അവൾ അവിടെ നിന്ന് സംസാരിക്കാൻ നേരത്ത് എനിക്ക് തിരിച്ചിന്ന് സംസാരിക്കാൻ പറ്റത്തില്ല നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ സംസാരിക്കും. ഞാൻ മിണ്ടാതെ പോയത് എനിക്ക് തൊണ്ടവയ്യ, രണ്ടവിടെ നോറയാണ് സംസാരിക്കുന്നത്. ഞാൻ എത്ര നേരം അവിടെ നോക്കി പറയുമോ, ഞാൻ അവളെ ഇരുത്തി ചോദിച്ചത്, ഇവള് കുറേ നേരമായിട്ട് ഇവള് ഒറ്റഗിരിനെ കാണുമ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണുണ്ട്, എൻ്റെ അടുത്തിരിക്കുന്നവരെ വിളിക്കുന്ന വേണ്ടി അവളെ ഞാൻ വിളിച്ചെടുത്തിരുത്താൻ ശ്രമിച്ചു, കുറേയൊക്കെ നോക്കി എന്ന് പറഞ്ഞ ഇവളുടെ പഴയ ഫ്രണ്ട്ഷിപ്പ്, ഇവളെൻ്റെ ഞാൻ ഇന്നലെ രാത്രി അവളെ ഹഗ് ചെയ്ത് ഞാൻ പറഞ്ഞു, അവളെ ഞാൻ അങ്ങനല്ല, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, നിനക്കറിയായിരിക്കുമല്ലോ, നീ ആ സെൻസിലായിരിക്കും കാര്യങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ താഴാവുന്നതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ലെവലിൽ ഞാൻ താണു. ഞാൻ ഇവളോട് സോറി പറയുമോ, നാളെയും എനിക്ക് ടാസ്ക് വരും, ഇത് വരും, ഇവളോട് ഞാനിപ്പോൾ ഒരു സോറി പറഞ്ഞാൽ ഇവൾ അതിൽ പിടിച്ച് കയറും. നീ എന്നോട് സോറി പറഞ്ഞിട്ട് വീണ്ടും നീ ചതിച്ചില്ലേ? മെന്റാലിറ്റി ഞാൻ കണ്ട നോറയുടെ എന്റെ വ്യൂ പോയിന്റിലെ മെന്റാലിറ്റി. സോ എനിക്ക് അതിന് തീരെ താല്പര്യമില്ല. എടാ ഞാൻ ഇപ്പൊ അവളോട് സോറി പറയാണ്. ഞാനിപ്പോ അവളോട് സോറി പറയാണ്. സോറി പറഞ്ഞിട്ട് എടി അത് എനിക്ക് പറ്റിപ്പോയി, അടി എന്റെ തെറ്റാ, അല്ലെങ്കിൽ ഇതിന്റെ കളിച്ച സോറി പറഞ്ഞു വിചാരിച്ചു. അടുത്തൊരു ഇത് വരുമ്പോ ടാസ്ക് വരുമ്പോ ഞാൻ ഇവിടെ ഉള്ള കാര്യങ്ങൾ ഇവന്റെയിലും ഞാൻ പറയും, നിന്റെയിലും ഞാൻ പറയും. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ ഇവളെന്ത് ചെയ്യുന്നറിയാമോ, ഇവളത് നിന്റെ അടുത്ത് ഞാൻ പറയടാ, എടാ അത് ടാസ്കാന്ന് പറഞ്ഞ് കളഞ്ഞില്ലേ. ഇവളോട് ഞാൻ ആ സോറി പറയുമ്പോൾ ഇവളത് എന്തെന്ന് പറഞ്ഞാൽ അടുത്ത സിറ്റുവേഷനിലും എനിക്ക് ഒരു സെയിം സാധനം വരുമ്പോൾ ഞാനിത് പറയുമല്ലോ, ലൈക്ക് ഇവളെ പോയിന്റ് ചെയ്യേണ്ട കാര്യങ്ങളെ പോയിന്റ് ചെയ്യുമല്ലോ, എനിക്ക് പറയേണ്ട ആവശ്യം വരുമ്പോ കാര്യങ്ങൾ വരുമ്പോ. അപ്പൊ ഇവള് വീണ്ടും പറയും, നീ എന്നോട് സോറി പറഞ്ഞിട്ട് വീണ്ടും നീ എന്നെ ചതിച്ചില്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം സോറി എന്നൊരു സാധനം എനിക്ക് ഇവിടെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. എന്റെ കണ്ണിൽ ഞാൻ കണ്ടത് ഇവള് വീക്കെന്ന് ഉദ്ദേശിച്ചത് കരയുന്നതല്ല, ഞാനും കരയും. എന്റെ കണ്ണിൽ ഞാൻ കണ്ട പല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഇപ്പോഴും ഉറച്ചിരിക്കുന്നു, ഞാൻ അവളോട് പറയുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് കുറേ ഇത് നോക്കി നടക്കണില്ല. പിന്നെ അവൾ കിടക്കുന്നത് ലാസ്റ്റ് ഇവള് ഇത് തന്നെ പറയാ. ഞാൻ അടുത്തൂടെ പോകുമ്പോഴും ഇവളെങ്ങനെ പറയുന്ന പറയുമ്പോ, ഞാനിരുന്നു ഇത് ചിന്തിച്ചു വിട്ട. അപ്പൊ എനിക്ക് കുറെയൊക്കെ തമാശയാകും. ഇവളെന്തിനടി ഇങ്ങനെ അടിക്കുന്നത്, എനിക്ക് പൊട്ടണോടെ ഇടുന്നു. അവർ ഉടനെ എന്റെ പേര് വിളിച്ച് അവിടെ ഒന്ന് കുറച്ച് ഷോ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ക്ലോസ് ഫ്രണ്ട്സിനെ എല്ലാ ഞാൻ പറഞ്ഞ ജിൻഡു സുരേഷേട്ടൻ എണീച്ചിട്ട് പോയി. എന്ത് എനിക്ക് ഉറങ്ങണ്ട്, എന്ത് പത്ര പറഞ്ഞു ഞാൻ പോയി കേൾക്കാൻ, ഞാൻ പോയി അതോടെ കേൾക്കാൻ. അവിടത്തെ എന്തായി? ഇല്ല വരില്ല. ഞാൻ പഠിച്ച പണി അവളൊക്കെ 18 പണി നോക്കി. എന്താ പറയുന്നത്? അവനെ പുറത്താക്കാതെ, അതായത് ബിഗ് ബോസ് വിളിക്കാതെ പുള്ളി അവിടെ നനങ്ങില്ലെന്ന്. പക്ഷെ അവരെന്താ വിളിക്കാതെ? അത് കാണിക്കണത് തെറ്റ് തന്നെയല്ലേ? ഫിസിക്കലി അസോൾട്ട് ചെയ്തൊന്നും പുള്ളിക്ക് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അൺലെസ് അണ്ടിൽ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ബിഗ് ബോസ് വിളിക്കാൻ സാധ്യതയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് അപ്പൊ തന്നെ വിളിച്ചേനെ. ബിഗ് ബോസ് വിളിക്കില്ലെങ്കിൽ അതിന്റെ അർത്ഥം അത് പുള്ളിയല്ലേ സമ്മതിക്കാത്തത്. കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഇപ്പൊ സംസാരിക്കാൻ കണ്ടവരൊന്നുമില്ല. കണ്ടവരുണ്ടോ എനിക്ക് അറിയില്ല, ഞാനത് കണ്ടില്ല. കണ്ടവരുണ്ടല്ലോ, ക്യാമറ ഉണ്ടല്ലോ, കണ്ടവര്. ഞാൻ കണ്ടില്ല. അപ്പൊ അത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ബിഗ് ബോസ് പ്രതികരിക്കാത്തത്. എന്താണ് സംഭവിച്ചത്? ബിഗ് ബോസ് പക്ഷെ പുള്ളി പറയണ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പുള്ളി പറയണ സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് കേട്ടാ. അത് നീ കേട്ടോ? എന്റെ അടുത്ത് വന്ന് പറഞ്ഞ നീ കേട്ടോ? ഇത് കണ്ടല്ലോ. ഞാൻ പറഞ്ഞ ജിൻഡു, ഇതിവിടെ പറയേണ്ട വിഷയമല്ല, നമ്മുടെ അടുത്തല്ല. പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കുഴപ്പമില്ലെങ്കിൽ നാളെ ഞാനിത് നിങ്ങൾക്ക് തരുന്ന പുള്ളി പറഞ്ഞേ. അപ്പോഴും കുഴപ്പമുണ്ടാവരുതെന്ന് പറഞ്ഞു. അതല്ല, നാളെ ഞാൻ നിങ്ങളെ എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ ചെയ്യും, നിങ്ങൾക്ക് അപ്പോഴും കുഴപ്പമുണ്ടായിരുന്നു എന്റെ അടുത്താണ് വന്ന് പറഞ്ഞത്. അല്ല അത് കോമൺ ആയിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ മുന്നിൽ വെച്ച് എന്റെ അടുത്ത് പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങളെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവുക. പുള്ളിയുടെ പവർ എന്ന് പറയുന്നത് റോ പവറാ. ഞാൻ അറിഞ്ഞതാ. ഞാനൊരു കാര്യം പറയാം, പുള്ളി എങ്ങാനും ചേച്ചിനെ ചെയ്യില്ല, പെൺപിള്ളേർ എന്തായാലും ചെയ്യില്ല, പേടിക്കണ്ട. ആൺപിള്ളേരിൽ ട്രിഗറായിട്ട് പുള്ളി തീരുമാനിക്കുകയാണ് ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പുള്ളിനെ നിർത്താൻ നമ്മൾ 18 പേരും ശ്രമിച്ചു കഴിഞ്ഞാലും
പുള്ളിനെ പിടിച്ചാൽ കിട്ടൂല. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് ഇവിടെ വെക്കുന്നത് നമുക്ക് നല്ലതിനല്ല. ബിഗ് ബോസ് എന്തായാലും പുള്ളി നോമിനേഷനിൽ വന്നിട്ടുണ്ട്. ഇത് പുള്ളി കളിച്ചത് പുള്ളിയുടെ മണ്ടത്തരത്താണ്. ഇത് പുള്ളി ചെയ്തതിന് തെളിവില്ലെങ്കിൽ പുള്ളി ക്ലീൻ ഔട്ടാണ്. അല്ല, പുള്ളിനെ ഇപ്പൊ ബിഗ് ബോസ് ബേസിക്കലി ഞാൻ പുള്ളിയുടെ പറഞ്ഞായിരുന്നു, ഓക്കെ ഇത് അത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉറപ്പല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്നുള്ളത്. അപ്പൊ എന്തായാലും ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് സ്ക്രീനിലിട്ട് കാണിക്കാൻ പറയാം. പുള്ളീനെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ, ഒന്നാമത് ഈ മസിൽമന്മാര് മനസ്സിൽ കുറച്ച് പാവങ്ങളാണ്, കുഞ്ഞുങ്ങളുടെ പോലെ ചിന്തിക്കുക. എന്നെ അവൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവനെ മാന്തുന്ന അവർ ചിന്തിക്കുള്ളൂ. അങ്ങനെ പുള്ളി ചെയ്താൽ 18 പേര് പിടിച്ചു കഴിഞ്ഞാലും പുള്ളിനെ കിട്ടൂല. ഇന്ന് എന്റെ കാര്യം നീ കണ്ടതല്ലേ, എന്റെ കൈമ ഇങ്ങനെ പിടിച്ച വഴി ഞാൻ നേരെ നിലത്തങ്ങോട്ട് ഇരുന്നു പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ടീം ആയതുകൊണ്ടാണ്, ടീമിൽ ഗ്രൂപ്പ് ഇതും അത് വന്നുണ്ട്. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക് വരും. പുള്ളി ഇവിടെ നിന്നാൽ നാളെ ഒരു ഇൻഡിവിജ്വൽ ക്യാപ്റ്റൻസി ടാസ്ക് വന്നാൽ, അത് ഫിസിക്കൽ ടാസ്ക് ആണുങ്ങൾക്ക് മാത്രം ഉള്ള ടാസ്ക് വന്നാൽ, അങ്ങേര് എന്തെങ്കിലും എനിക്ക് ഞാൻ പഴയ വെച്ചിട്ട് നിന്നോട് ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രശ്നം പറ്റില്ല. ഒന്നും പറ്റില്ല. ഞാൻ പിടിക്കാൻ പോയിട്ട് ഞാൻ ആ പരിസരത്തേക്ക് പോലും പോകില്ല. എന്റെ ശരീരത്തിൽ എനിക്ക് ജീവന് വിലയുണ്ട്. നാളെ ഈ കളിക്കുന്ന കളി പുള്ളി ഈ കളിക്കുന്ന കളി അത് പുള്ളിക്ക് പ്രശ്നമാണ്. ഞാനത് നല്ല വ്യക്തമായി കാക്കാരത്ത് പറഞ്ഞു, കാക്ക ഇത് നിങ്ങൾക്ക് പുറത്ത് നെഗറ്റീവ് വരും, എനിക്ക് നെഗറ്റീവ് അല്ല, പുള്ളി എന്തും കൽപ്പിച്ചോട്ടെ, പക്ഷെ പുള്ളി എന്ത് ചെയ്തു എന്നുള്ളതും സിജോ അവിടെ അടുത്ത് വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നും തെളിഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് അധികം വൈകാണ്ട് വാതിൽ തുറക്കും. രതീഷ് ഇവിടെ നിൽക്കുകയും ചെയ്യും. ജിൻഡോ പോവുകയാണെങ്കിൽ പ്രശ്നവും. എന്തായാലും 2 വീക്സിലേക്ക് എന്തായാലും എവിക്ഷൻ ഉണ്ടാവും തോന്നുന്നില്ല. അറിയില്ല, ഇതൊക്കെ ഓവറായിട്ട് തോന്നുന്നില്ലേ? കുറച്ചധികം. മറ്റതെവിടെ? വേറൊന്നും ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു ചേച്ചി, ഞാൻ പറഞ്ഞു എൻ്റെ പറഞ്ഞു എനിക്ക് മനസ്സിലായോ. കൊടു എനിക്ക് കഴിക്കുന്ന കൊടു നിങ്ങൾക്ക് കഴിക്കുന്ന കൊടു വേറെ ആണോ? ഞാൻ ചോദിച്ച് അതാ ഞാൻ പറഞ്ഞത്. എത്തിച്ചെത്താ ഉള്ളിലേക്ക് പോയിട്ട് കിടക്ക്, ഞാൻ നിങ്ങളുടെ വേണ്ടി മൊത്തം സ്പ്രേ അടിച്ചത് ഒരു കല്ലന്നെ പ്ലീസ് കിടക്ക്. ഞാൻ ജിൻറ്റു ചേട്ടനിക്ക് എനിക്ക് ആ കഴിവുണ്ടോ ആ ആൾക്ക് ഞാൻ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പത്തിന് രതീഷ് പറഞ്ഞ് ഞാൻ എവിടെ ഉണ്ടെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ താങ്കളെ നമ്മളുടെ മേരയിൽ ഒരാൾ കഴിക്കില്ലെങ്കിൽ ഞാൻ കഴിക്കില്ല, ഈ ഭക്ഷണം ഒരാൾക്ക് കൊടുക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളെ കുറച്ച് കൂടുതൽ കഴിക്കാൻ പറ്റില്ലേ? ലാലത്തൻ നമ്മളുടെ കൂടെ സംസാരിക്കുന്നത് ഒരു മര്യാദയിലല്ലേ? ബിഗ് ബോസ് നമുക്ക് ഒരു സംസാരിക്കുന്നത് ഒരു മര്യാദയിലല്ലേ? ആ മര്യാദ ഇല്ലാത്ത ഞാൻ പറയുന്നത് മര്യാദത്തില്ലേ? നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീങ്, എല്ലാവരും ഒരു ഇന്ത്യൻ പുറത്തേക്ക്. ഇപ്പോൾ നടക്കുന്നത് നമ്മൾ ഫിലിം ഫീൽഡിലുള്ളവർ സീരിയൽ ഫീൽഡിൽ നിന്ന് ഡയറക്റ്റ് തിരിച്ചിട്ട് അവരെ കൊണ്ട് മാത്രം ജോലി എടുപ്പിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഇവിടെ ഉണ്ട്. അപ്പുറത്ത് പുള്ളി എനിക്ക് അതായത് അവിടെ പറയുന്നത് സിജു ഇതെല്ലാം പുള്ളി പറയണത്. അപ്പൊ ഞാൻ അടുത്ത് ഇപ്പം മിണ്ടായിരിക്കും, കാരണം എനിക്ക് ഒരാളെ അവിടെ കോണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ പണിയെടുക്കണ്ട. തമാശ എന്തോ ആയിക്കോട്ടെ. വൺ കോമഡി. നീ ഇങ്ങനെ കിടന്നിട്ട് കമിഴ്ന്ന് കിടന്നിട്ട് നടുക്ക് എന്നെ ഞാൻ അടുത്ത് വന്ന് നോക്കുമ്പോ ഞാൻ ഇപ്പൊ ഇങ്ങനെ അടിച്ചു മുടിയാ പറഞ്ഞിട്ട് ഞാൻ ചെല്ലണം, അതായിരിക്കില്ല. ഞാനാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തത്. ഞാൻ ചെല്ലുന്നവരെ വെയിറ്റിംഗ്. നീ ആലോചിച്ച് നോക്കിയ 3 ശരി, നീ മാന്തിയിട്ടില്ല, ഞാൻ പറയാണ് മാന്തി പൊട്ടി പാട് കണ്ടല്ല. ഇതിന് കൈ മരവിച്ച് കമിഴ്ന്ന് കിടക്കുക, സ്വാധീനം പോയി. എന്താ അങ്ങനെയാണെങ്കിൽ കൂടി അങ്ങനെ കാണിക്കാമോ? അവിടെ കൊണ്ട് നിർത്തണം, കൈ പൊട്ടിയത് കൊണ്ട് നിർത്തണം. അല്ലാണ്ട് പിന്നെ മറ്റേ കൈ പിടിച്ച് അതൊരു മറ്റേ ഈ തേഞ്ഞ് പോകുന്നതിന്റെ തേഞ്ഞ് ചിരിച്ച ആൾക്കാരൊക്കെ ചിരിച്ച് മണ്ണ് ദൈവതൊക്കെ ഇതൊക്കെ പുറത്ത് എങ്ങനെയാ പോക്ക. ഗുഡ് നൈറ്റ്. അപ്പൊ ബാക്കി നാളെ സെറ്റ്. വയ്യ, തൊണ്ട നല്ല പൊട്ടി പാളീസായിട്ട് പോണ്ട്. തൊണ്ട പൊട്ടി പാളിസായി പറഞ്ഞ എന്തായാലും നില വിളിച്ചോന്ന്. പക്ഷെ എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ട്. ഒരു ഗുളിക കിട്ടിയാൽ ആശ്വാസമായേനെ, കാരണം തൊണ്ട വേദന എടുക്കുന്നുണ്ട്.
ഒന്ന് പറയാതെ ചോദിക്കാറുന്നില്ല അപ്പൊ ഇന്നലെ ചോദിച്ചായിരുന്നു, ഞങ്ങൾ ഇന്ന് മൂന്നും കൂടി ഇന്നും ചോദിച്ചു. ഇപ്പൊ സൗണ്ട് അപ്പാടെ കിട്ടുമോ? അത് നമ്മൾ കറക്റ്റായ എന്നുള്ളതാണ് ഞങ്ങളുടെ ടാക്ടിക്സ്. നിങ്ങൾ ജയിക്കാൻ നോക്കുന്ന പോലെ ഞങ്ങൾ ജയിക്കാൻ നോക്കും. അതിനിടയിൽ കയറിയിട്ട് ഞാൻ ആ ബോർഡിൽ എഴുതിയ കാര്യം കറക്റ്റായ കാര്യമാണ്. ആ കറക്റ്റായ കാര്യത്തിൽ എന്താണ് പ്രശ്നം? അല്ല, അത് നിറയെ പേര് എന്തെങ്കിലും ശിക്ഷ എഴുതിയിട്ടില്ല, അങ്ങനെയാണ് ചില പേരുടെ അഭിപ്രായങ്ങൾ. ഉത്തരവുകൾ, നമ്മളുടെ ഉത്തരവെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തും ശിക്ഷിക്കാം. അതിന്റെ ലെവല് പറയണ്ടവര്, നമുക്ക് മാക്സിമം ശിക്ഷിക്കാം. സർവാധികാരമാണ് എന്ന് ഇടയ്ക്ക് എടുത്തു പറയുന്നു. ആ സർവാധികാരം നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് ഇപ്പം നീന്തുന്ന പോലെ ഫ്ലോറിൽ കിടന്നിട്ട് നിങ്ങൾ തുടയ്ക്കുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റോക്കി ഞങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കില്ല, വേറൊരാളാണെങ്കിൽ ഞങ്ങൾ ചെയ്ത പോലെയുള്ള പെരുമാറ്റം നിങ്ങൾക്ക് കിട്ടുമോ? ഒരു ടീമല്ലേ അകത്തോട്ട് പോവുള്ളൂ. ബാക്കി ടീമിനോട് നിങ്ങൾ എങ്ങനെ നിൽക്കും, പെരുമാറും? അല്ല, ഇപ്പൊ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. ഈ എനിമീസ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ജയിപ്പിക്കത്തില്ല. അതന്നെ അല്ലേ? ഈ രതീഷേട്ടനോ ഈ നമ്മളെ കൊണ്ട് മനസ്സിലായോ? നിങ്ങൾ ആ പവർ വെച്ചിട്ട് എന്റെ കൂടെ കളിച്ചില്ലേ, ആ പവർ എന്റെ കയ്യിൽ കാര്യം നിങ്ങൾക്ക് എന്താ അവസ്ഥ ആക്കും അതും 3-4 ദിവസത്തിൽ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കും. പണി വാളും, എല്ലാരും കൂടെ കൂട്ടത്തല്ലാവും. ഞാൻ പറയുന്നത് അനുഭവിക്കണം എന്നാണ്. കാരണം നമ്മൾ നിങ്ങളോട് മര്യാദ കാണിച്ചതിന് പേരിലാണ് കഴിവില്ലാത്തവരെന്ന പേരും ചുമന്നുകൊണ്ട് നടക്കുന്നത്. നിങ്ങളും പുതിയ ടീമും ആരെയാ ചെയ്യുന്നത് അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. ആരാണ് ചെയ്യിപ്പിക്കുന്നത് അവരാണ് അനുഭവിക്കാൻ പോകുന്നത്. അത് അവരാ ഏറ്റവും കൂടുതൽ ഇവര് പണി വരാൻ പോകുന്നത്. ഞാനിപ്പോ പറഞ്ഞില്ല, വേറൊരു കാര്യമുണ്ട്. ഇനി നമ്മള് കിച്ചൺ ടീമിൽ ഇല്ല. നമ്മുടെ ഡ്യൂട്ടി പിന്നെ എല്ലാ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് കിടക്കോ? അടുത്ത കിച്ചൺ ടീമിനാണ് മറ്റേ ലക്ഷറി ടാസ്കിന് പണി കിട്ടാൻ പോകുന്നത്, നമ്മക്കല്ല. അത് ഇവരൊക്കെ തന്നെയായിരിക്കും. നിങ്ങളുടെ എത്ര പോയിന്റ് വേണമെങ്കിലും ബിഗ് ബോസിന് കളയാം. ലക്ഷറി ടാസ്ക് കളയുന്ന ഒരു അതായത് കിടന്നുറങ്ങി നമ്മുടെ 2 പ്രാവശ്യം നമ്മുടെ പോയിന്റ് കളഞ്ഞ് ക്വിറ്റ് ചെയ്തെന്ന് പറയുന്ന പോയിന്ന ആള് അവിടെ കിടന്നുറങ്ങി മനഃപൂർവ്വമാണെന്ന് പബ്ലിക്കായിട്ട് നമ്മളെല്ലാം വെല്ലുവിളിച്ച് ഒരാളെ ഞാൻ പുറത്ത് കടത്തിയെങ്കിൽ അത് എൻ്റെ മിടുക്കാണ്, എൻ്റെ പവറാണ്. ചേച്ചി ഞാൻ എല്ലാം ശരി, അത് എല്ലാവർക്കും വേണ്ടി ചെയ്തതാണ്. ഇപ്പൊ ഒരു പവർ ഇത് കിട്ടിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കും, ശരണ്യ മിണ്ടാതിരിക്കും, രതീഷിന്റെ ചേച്ചി. ഞാൻ ഉള്ള ഫാക്ട് പറയട്ടെ. ഇപ്പൊ എന്നോട് ചോദിച്ചോണ്ട് പറയാണ്, എനിക്കിപ്പോ ഈ പവർ കിട്ടിയായിരുന്നെങ്കിൽ വിളിച്ച് ഇന്നലെ മുതൽ ആൾക്ക് വിളിച്ച് മടുത്തേ സ്വഭാവം മാറും. ആ നാക്ക് ഞാൻ വലിച്ച് കീരികളയും. അല്ല, എമിന ചേച്ചി എന്നോട് പറഞ്ഞല്ലോ, എമിന ചേച്ചിയും വിശന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഉച്ച അല്ലല്ല, അത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പറയട്ടെ. അല്ല, എമിന ചേച്ചിയും കുടിച്ച് ചേച്ചി ഒന്നും കഴിച്ചിട്ടില്ല. അവന് വാശി പിടിച്ച ചായ ഓക്കെ പറഞ്ഞിട്ട് പോയിട്ട് അവരെ നോട്ട് അവർ പ്രോപ്പർട്ടി. പിന്നെ മറ്റത് 25% ഓക്കെ ശരി. എങ്ങനെയാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്ന എത്ര സൈഡ് കോമാളിത്തരം തന്നെ മനസ്സിലാവും. ഏത് സൈഡ് ഈ വീട്ടിൽ ഇവരുണ്ട് കാണാത്ത എപ്പിസോഡ് 60% അയാൾ കഴിക്കാതെ എണീറ്റ് പോയിട്ട് എനിക്ക് ചോറ് പുള്ളിക്കാരൻ 24 hours പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇതില്ല, എന്നെ അധികം ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, തരുന്നില്ല, ഇത് തരുന്നില്ല. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അങ്ങനെ ആലോചിക്കണം.
ഇങ്ങനെ ഇരിക്കുന്ന ആള് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾക്ക് ചോറ് കൊടുത്തിട്ട് അയാൾ കഴിക്കാതെ എണീറ്റ് പോയിട്ട് എനിക്ക് ചോറ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആൾക്കാർ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചെയ്തവർക്ക് പണി ആര് ചെയ്തില്ലല്ലോ, അതിന് ആര് ചെയ്തു? അങ്ങനെ ചുമ്മാ പിടിച്ചെടുത്തില്ലല്ലോ, ഇതൊക്കെ 24/7 ആൾക്കാർ. മെജോറിറ്റി ആൾക്കാര് കാണുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വീട്ടിൽ നിങ്ങൾ 60%, 25% ലൈവ്, പിന്നെ മറ്റത് 25%. ഓക്കെ ശരി, എങ്ങനെയാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്ന എത്ര സൈഡ് കോമാളിത്തരം തന്നെ മനസ്സിലാവും. ഏത് സൈഡ് ഇവർ രണ്ടുപേർക്കും അത് മനസ്സിലായില്ല. ഈ വീട്ടിൽ ഇവരുണ്ടായിട്ട് ഇവർക്കത് മനസ്സിലാവാത്തത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ കുഴപ്പമാണ്. കാരണം അയാൾ ആദ്യം തൊട്ടേ മാനിപ്പുലേറ്റ് ചെയ്താണ് സംസാരിക്കുന്നത്. ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇത് മാത്രം എങ്ങനെയാണ് ആൾക്കാർ വിശ്വസിച്ചത്? നിങ്ങൾ ആരെങ്കിലും അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഞാൻ ഓരോരുത്തരും മുറി ചെന്ന് ഞാൻ എല്ലാരും വിളിച്ചോണ്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാരും വിളിക്കും. അത് ഞാൻ നിങ്ങളോട് എന്തിനാ വേർതിരിവ് കാണിക്കുന്നേ? എനിക്ക് പ്രാന്താവണ്ടാ ഇവൻ കിടന്നു തുടങ്ങി. പുള്ളിയുടെ വെറുതെ ഇടി മേടിക്കണ പോയി കിടന്നു. കാലുടിച്ചു ഞങ്ങൾ എന്ന് ഇവിടെ ഇരിക്കാറുള്ളതാ. എന്താ ഒന്നുമില്ലേ? എന്തേ? അയ്യോ, ഞാൻ കടന്നു തുടങ്ങാം. ശരി ശരി, ഞാൻ പോട്ടെ, ഞാൻ കടന്നു തുടങ്ങാടാ. റോങ് ബേ, റോങ്. മാറ്റി പിടിക്കേ. തോന്നണില്ലേടാ, ഒരുപാട് കാര്യങ്ങൾ തോന്നുന്നുണ്ട്. നല്ല ഡാർക്ക് ടീമുകളെ പ്രാവശ്യം നൽകിയിട്ടുണ്ട്. ഈ സീസണേ ഒന്നെങ്കിൽ ഇത് കത്തും, ഇല്ലെങ്കിൽ ആൾക്കാരെ നോക്കിയപ്പോൾ ഇതൊക്കെ ഭ്രാന്താണ്. ഇങ്ങനെയാണോ ഇതിന് മുമ്പുള്ള സീസണുകൾ? എന്താണെന്നറിയോ, ഇതിനുള്ള മുമ്പുള്ള സീസണിൽ ഗെയിമാണെന്ന് പറഞ്ഞാലും ഗെയിമാണെന്നൊന്നും ആരും പറയില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് ടീം കളിക്കുവാണെങ്കിൽ അത് ഗെയിമാന്ന് പറയില്ല. മനസ്സിലായോ? ഫേക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നേ പറയുള്ളൂ. ഇത് മൊത്തം കണ്ടന്റിനാണ്, ഗെയിമിനാണെന്ന് പറഞ്ഞാൽ ഈ സീസണിലല്ല. കാരണം കഴിഞ്ഞ വർഷം വരെയുള്ള കളി അരച്ച് കലക്കി കുടിച്ചിട്ട് അതിനകത്തോട്ട് കൊറോണ വന്നേക്കണം. അല്ല, ഫസ്റ്റ് ആഴ്ച അടി ഉണ്ടാവാറുണ്ടോ? ഇങ്ങനെ ഉണ്ടാവാറില്ലടാ. ഇതൊക്കെ ഇത് വന്നു തുടങ്ങിയല്ലേ, റെസ്റ്റ് ഉണ്ടോ? 4ാമത്തെ ദിവസമായിട്ടുള്ളൂ. അതെ, പക്ഷെ 4 ദിവസം നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊരു മാസമായ ഫീലാണ്. നീ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് പുള്ളിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ ഫുഡിൽ ഒരിക്കലും കൈവെക്കരുത്. അതുകൊണ്ട് നിങ്ങൾ അയാളുടെ ഫുഡ്, അയാളുടെ കിടത്താനാണ് ഇത്. ഇപ്പൊ അയാൾ പുറത്തു പോയി കിടക്കുന്ന മനപ്പൂർവ്വം അങ്ങേറെ ഇഷ്ടമല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് പറഞ്ഞത്. ഇപ്പൊ നാളെ ഇവിടെ നിങ്ങൾ പവർ റൂമിൽ കയറിന്നിരിക്കട്ടെ, ഞങ്ങള് കുറെ പേര് വന്നിട്ട് ഇവിടെ കിടന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കയറി പോന്ന് പറഞ്ഞാൽ ഞങ്ങൾ അനങ്ങില്ല. നിങ്ങൾക്ക് മേത്ത് വിടാൻ പറ്റുമോ? അവിടെ കിടന്ന് നിങ്ങൾ കിടന്ന് ബഹളം വെക്കും, ഞങ്ങൾ മിണ്ടാതെ കിടക്കുന്നു. എന്താ ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ഞങ്ങൾ കിടക്കുന്നു പറയുന്നത്. അത് തന്നെയല്ലേ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ എണീറ്റ് നിന്നിട്ട് പറയും ഇവര് കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഉണ്ട്. അത് ആ പൊട്ടത്തരല്ലേ നിങ്ങൾ കാണിക്കുന്നത്. ഒരുപാട് കൂടത്തില്ല അങ്ങനെ. അതാണിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്ക് പോവും? ഒരുപാട് ഓവറായിട്ട് പ്ലാൻ ചെയ്യുന്നവർക്ക് പോവും. ഈ ഓവർ പ്ലാനിങ് ഉൾപ്പെടെ എല്ലായിടത്തും ചെല്ലുന്നുണ്ട് എല്ലാവരും. ഇപ്പൊ പറഞ്ഞ റോക്കിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിലും അയ്യോ
റോക്കി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല, എന്റെ കാര്യത്തിൽ റോക്കിയുടെ സ്റ്റേറ്റ്മെന്റ്, റോക്കി പറഞ്ഞ കാര്യം, റോക്കി പറഞ്ഞ എല്ലാം ഞാൻ കണ്ടിച്ച് സംസാരിച്ചിട്ട് അവസാനം റോക്കി മിണ്ടാതെ. ഞാൻ റോക്കിയോട് ഇത്രേ പറഞ്ഞു. ഞാൻ റോക്കിയോട് പറഞ്ഞത് ഫസ്റ്റ് പറഞ്ഞത് അല്ല, അങ്ങേരോട് ഞാൻ ഫിസിക്കൽ ഇത് പിന്നെ ലക്ഷറി ബഡ്ജറ്റ് നിങ്ങൾ കുറഞ്ഞ് ഇയാൾ കാരണം കുറഞ്ഞു, ഞാൻ ശിക്ഷ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞതിൽ പ്രശ്നമില്ലേ, എനിക്കതെന്റെ വിഷയമല്ല എന്ന് പറഞ്ഞു. അത് വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു റോക്കിക്ക് അത് വിഷയമല്ലായിരിക്കാം, കാരണം റോക്കിക്ക് 7,000 സ്ക്വയർ ഫീറ്റിൽ ഇടത് കയ്യിൽ ഇത്, മറ്റേ ഇടത് കൈ വലത് കയ്യിൽ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ റോക്കി തന്നെയാണ്, ഞാനല്ല പറഞ്ഞത്. റോക്കി പുറത്തിരുന്നത് പറഞ്ഞതും അല്ല. റോക്കി ഇവിടുത്തെ ഒരു ടാസ്കിനിടയിൽ നമ്മൾ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അതേ റോക്കിക്ക് തന്നെ പാല് ഞാൻ കൊടുത്തിട്ടുണ്ട് കുടിക്കാൻ. ഞാൻ കണക്ക് പറയുകയല്ല, ഞാൻ റോക്കിക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. റോക്കിക്ക് സ്പെഷ്യൽ പാല് വേണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ റോക്കി ഞാനിവിടെ എല്ലാവരും ഒരുപോലെ കാണുമെന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇവിടുത്തെ പെണ്ണുങ്ങളായിട്ടൊന്നും പോയിരിക്കാറില്ല. ഫുൾ ടൈം കുറേ ആണുങ്ങളായിട്ടായിരിക്കണം. ഇത് ഏത് രീതിയിലായിരിക്കും പുറത്ത് എനിക്കറിയില്ല. ചോദ്യം, ഞാൻ ഓറെ ഫുള്ള് മനസ്സിൽ നിന്ന് കളഞ്ഞു. നോറെ എപ്പോഴേ ഞാൻ ഇന്നവിടെ കാണിച്ച ഷോ ഉണ്ടപ്പോൾ കീറി. എൻ്റെ ഒച്ചണ്ടായിരുന്നു ഇന്നവിടെ വായന നടപ്പിച്ചത്. എനിക്ക് ഒച്ച ഉണ്ടായിരുന്നില്ല. എനിക്ക് പിന്നെ അവളെ ഒച്ചയെടുത്തപ്പോൾ എനിക്ക് ഒരു സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു. ഒക്കെ നശിച്ചു. ഇനി നീയേ ഉള്ളൂ ഗബ്രി. പിന്നെ ലവള് പക്ഷെ ഭയങ്കര ചെയ്യാൻ എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗെയിം കളിക്കാം എന്ന് വെച്ചാൽ നീയേ ഉള്ളൂ. സിജോയുടെ പരിപാടി എന്താണെന്നറിയാമോ? സിജോ കമ്പനിക്കാണ്. അല്ല, ആ ഒരൊറ്റ ഡയലോഗാണ് സിജോയ്ക്ക്. റോക്കിയും പറയുന്നത് കമ്പനിക്കാണ്. അവസാനം പ്ലാൻ ചെയ്ത് ഓവർ പ്ലാൻ ചെയ്ത് ഇതൊന്നും അല്ലാത്ത ഏതെങ്കിലും ഒരുത്തം കൊണ്ടുവന്ന് കപ്പും കൊണ്ടുപോയി കാരണം ഇവിടെ ആരും മിണ്ടാണ്ടിരിക്കുന്നില്ല. എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വന്നേക്കുന്നു. പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നത്. അല്ല, ഒരു സിറ്റുവേഷൻ അത് കാരണം ഒന്ന് ഉണർന്നു കുറച്ച് ഓരോ ദിവസം പ്രിപ്പയർഡായി വന്നവരാണ്. നിന്റെ കണ്ണിൽ ഇതില്ലേ? ക്ലാസ് ഇല്ല പിന്നെ എന്തിനാ ഇത് വെച്ചേക്കുന്നത്? ഫ്രെയിം എനിക്ക് ഇഷ്ടമാണ്, ഞാൻ എപ്പോഴും ഇടും. അപ്പൊ അല്ല, അത് പലരും സ്ട്രോങ് ആയി. ഇനി സ്ട്രോങ്ങസ്റ്റ് ആവുകയേ ഉള്ളൂ. അപ്പൊ അവരെ സ്ട്രോങ് ആക്കി എടുക്കുന്നവരാരാവും? ഡൗൺ ആവും, നേരെ മറിഞ്ഞടിക്കും. ഇവിടെ മിണ്ടാതിരുന്ന് കളി കളിയുന്ന ഇപ്പോഴത്തെ സ്ട്രോങ് ഒന്നും അല്ല. ഒരു 10 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഏത് ലെവലിലായിരിക്കും എന്ന് അറിയാൻ പറ്റും. തല വേടിച്ച് പീച്ചി ആന്തായിരിക്കും. അതെ കഴിഞ്ഞ കിടക്ക്. ഇവരും കിടന്നുറങ്ങട്ടെ. നീ കിടന്നുറങ്ങ്. നാളെ ഡാൻസ് കളിക്കാനുള്ളതാണ്, അത് കഴിഞ്ഞിട്ട് അടി പിടിക്കാനുള്ളതാണ്. എല്ലാരും കിടക്ക്. കുളിച്ചൊരുങ്ങി നാളെ ഡാൻസ് കഴിഞ്ഞിട്ട് അടി തുടങ്ങാനുള്ളതാണ്. വാ. അതെ, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ചെയ്യുകയാണെങ്കിൽ ഇമാര് മാനിപ്പുലേഷൻ ചെയ്യണം. നമ്മളൊരു കൊടും ക്രിമിനൽസ് ആണോ? അപ്പോൾ അയാൾ വരുത്തി തീർക്കുന്നത് എന്താ? ക്യാരക്ടർ അസാസിനേഷൻ അല്ലേ? പേഴ്സണലി ടാർഗറ്റ് ചെയ്തിട്ടല്ലേ അയാൾ തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത്. അയാൾ തെറ്റായ മെസ്സേജ് കൊണ്ടാണ് ഞാൻ കൊടുത്തതുകൊണ്ടാണ് അയാളെ ഞാൻ അവിടെ കൊണ്ടുവരുത്തിയത്. അതിന് ന്യായം പറയാൻ ആൾക്കാരോ? ആരാണ് മോശക്കാരാവുന്നത്? അല്ല, ഇങ്ങേര് ജിൻഡോയ്ക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ കളിച്ച് കാണിച്ച് ഈ ക്യാമറാസിൽ എന്താണ് നടന്നതെന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ ജിൻഡോയുടെ കാര്യം തീരുമാനത്തിലാവും. ജിൻഡോയുടെ ഭാഗത്ത് സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ബിഗ് ബോസ് ആ നിമിഷം വിളിച്ചേനെ കൺഫെഷൻ റൂമിലേക്ക്. ജിൻഡോ കൺഫെഷൻ റൂമിലേക്ക് വരിക. എവിടെ വിളിക്കാത്തത്? കൺഫെഷൻ റൂമിലേക്ക് വരുന്നതിന് മുമ്പ് അവർ 1000 ഇത് എടുത്ത് ഇട്ട് കാണൂലേ? ഇപ്പൊ ഈ ലാലേട്ടൻ വരുമ്പോഴേ ഇപ്പൊ ഇതെല്ലാം വെച്ചത് എന്തിനെന്ന് വെച്ചാല് വരക്കിടാത്തവര് പതുക്കനെ വരക്കിടാനായിട്ട് വേണ്ടിയായിരുന്നു ഇത് വെച്ചിരുന്നത്. ഇത് വന്ന് കാലുകുത്തുമ്പോളെ എല്ലാരും തുടങ്ങിയപ്പോ ഇപ്പം തന്നെ ഒരു എനിക്ക് തോന്നുന്നു എണ്ണി നോക്കിയ ഒരു 150 ടോപ്പിക്കെങ്കിലും ഉണ്ടാവും. ഏതെങ്കിലും റെലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടോ?
ഇപ്പൊ ശരണ്യ ഒരു കാര്യം പറയുമ്പോൾ ശരണ്യ വേക്കാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ട്രിഗർ ആവുകയാണ്. ശരണ്യ ഒരാൾക്ക് ചോറ് കൊടുത്തു. ഇപ്പൊ ശരണ്യ കൊണ്ടുപോയി രതീഷിന് ചോറ് കൊടുത്തിട്ട് രതീഷ് ആ ചോറ് തിന്നിട്ട് എനിക്ക് ചോറ് വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അയാൾ പുറത്തുപോയി അഭിനയിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മറ്റേ ഇതിന്റെയും പറയരുതെന്ന്, മറ്റേ കാര്യം ഈ കാര്യം, പിന്നെ നിന്നോട് പാനിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്താലും എനിക്ക് കേൾക്കില്ല. നോക്കാം പിന്നെ മുക്കി കാണിക്കുന്നു. മറിഞ്ഞ് വീര നടുവേദന മാറിയല്ലോ അല്ലേ? ദിവസം ഞാൻ സാരി അടിച്ച് കവറാക്കി. എനിക്ക് അവരെ കാറ്റ് കയറണ്ടേ? കാട്ടി കയറാൻ അയ്യോ ഞാൻ ചെയ്യും. കാറ്റ് കയറണ്ടേന്നാ. എനിക്ക് കാറ്റ് കയറണ്ട. ഉറക്കം ശരിയായാലും എനിക്ക് നാളെ അടിവെക്കാനുള്ളതാണ്. നാളെ ഇതിന്റെ ഒക്കെ വരും ഇരട്ടിയായിട്ട്. വാ, ഇപ്പൊ നാളെയല്ലേ ഇവിടെ നമ്മുടെ കൈ. നാളെ ഒറ്റൊരു ദിവസമല്ലേ ഉള്ളൂ. പിന്നെ ഒറ്റ ദിവസമല്ലേ ഉറങ്ങാന്ന? അല്ല, പിന്നെ ചോദ്യങ്ങളുടെ പൂരമായിരിക്കും എനിക്ക് വീടെന്ന് പറഞ്ഞാൽ നാളെ അടുത്ത ഡ്രാമയ്ക്കും കൊണ്ടുവരും. അയ്യോ ആ ലുങ്കി ഞാനും ബ്ലാങ്കറ്റ് വല്ല വഴിയുണ്ടോ? ഫെയർ ആയിട്ട് കളിക്കും ഇനിയെങ്കിലും. ഏറ്റവും അവസാനം സത്യസന്ധമായിട്ട് നിൽക്കുന്നതേ ജയിക്കുള്ളൂ. അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരെ ബോധിപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ മനസാക്ഷിയെ ബോധിപ്പിച്ചാൽ മതി. ആൾക്കാർ കാണുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആൾക്കാരെന്റെ പൊട്ടന്മാർ. അവര് നമ്മളെക്കാളും കളി പഠിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഉള്ള ആരും ഇതല്ല. പിന്നെ പേഴ്സണലി എടുക്കാനായിട്ട് എന്താ കുടുംബ ബന്ധം, മറ്റേ കുടുംബത്തിലെ സ്വത്ത് തർക്കം വല്ലതും ഉണ്ടോ പേഴ്സണലി എടുക്കാൻ? ഈ വിഷയത്തിൽ നാളെ നമുക്ക് ചണ്ട കൂടാം. അയ്യോ അതല്ല, അയ്യോ ഞാനത് ചുമ്മാ തമാശക്ക് പറഞ്ഞ കേട്ടോ. ഇപ്പൊ ഒരു തമാശ വരട്ടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ ശരിയാ ഇല്ല കിടന്നു നോക്കും. അല്ല കിടന്നു ഓക്കെ കുറച്ച് ടൈം കൊടുക്കപ്പോ ഉറങ്ങിക്കോളും. ഇനി ഈ റൂമില് നൈറ്റില് ടോക്കില്ല കേട്ടോ. അല്ല ഈ റൂമിൽ വേണ്ട, പുറത്തിരുന്ന് സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചു. കാരണം ശരിയാണ്, ബഹുമാനിക്കണം നമ്മൾ. പെട്ടെന്ന് കിടക്കാൻ നോക്ക്. സീരിയലൊന്നും പറഞ്ഞേ ആള് പറഞ്ഞ ഇന്നലെ ഉച്ചയ്ക്ക് നമ്മളെ കഴിച്ചിട്ടില്ല. ആ ദിവസം 3 ദിവസം ചോറും ഉണ്ടായിട്ടില്ല, കാര്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ ലാസ്റ്റ് കണ്ട ഒന്നുമില്ല. ഞാൻ മിണ്ടായിരിക്കണേ കിടക്കണേ. കാരണം ഇപ്പൊ പറഞ്ഞില്ലേ എന്റെ വേണ്ടി ഒറ്റയ്ക്ക് റെഡിയാക്കാൻ പറ്റില്ല. പക്ഷേ എങ്ങനെ പോലെ ചോറി കാണിച്ചു കൊടുത്തില്ല. എന്റെ മുഖത്തിലെ പച്ച കച്ച തേരി വഴുമല്ലേ. നമ്മള് 2 പേര് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഫുഡും ഒരാൾ അവസാന നിമിഷം വന്ന് കഴിക്കാനെടുത്ത് ചോദിച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ അതെടുത്ത് കൊടുക്കുന്ന? നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടി ഇപ്പൊ ഇവിടെ കിടക്കുമ്പോ എനിക്കിന്ന് പ്രാന്ത് പിടിച്ചിരിക്കും. എനിക്കില്ലേ പാതി ഇങ്ങനെ പോകുന്നു, പാതി ഇങ്ങനെ പോകുന്നു. ഞാൻ ആക്ച്വലി ഓർക്കുക ഒരാഴ്ച ഇങ്ങനെയാണെങ്കിൽ. അല്ല ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ? അയച്ചിട്ടില്ല ശരണി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാൻ നിങ്ങളുടെ അതായത് പണി ചെയ്യിപ്പിക്കുന്നത് സീരിയൽ ആർട്ടിസ്റ്റുകൾ അവരെ കൊണ്ട് മാത്രം പണി ചെയ്യിപ്പിക്കുന്നു എന്നൊരു ടോക്ക് വന്നു എന്നറിഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ? ഞാൻ നിങ്ങളോട് അങ്ങനെ പെരുമാറിയോ? ഈ ടോക്ക് ഏത് വിധത്തിലാണ് ചേച്ചിയോട് പറഞ്ഞതെന്ന് എനിക്ക് അറിയണം. കാരണം ഈ കോൺവെർസേഷനിൽ ഞാൻ ഉള്ളതാണ്. അപ്പം ഏത് സെൻസിലാണ്
ഇല്ല. ആ ശരണ്യ ആ കോൺവെർസേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ശരണ്യക്ക് കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്താൽ ഞാൻ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ക്ലാരിഫൈ ചെയ്യാം. ഇന്നത്തെ നടന്ന പ്രശ്നം എന്താന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നോ? എനിക്കറിയില്ല, കാരണം ഞാനല്ല അത് ചെയ്തത്. പക്ഷെ തൊട്ട് പറയണം. അല്ല, അത് പറയണ്ട. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അപ്സര അവിടെ ഉണ്ട്, എന്റെ പാത്രം കഴുകുന്നു. ഞാൻ നേരെ അപ്സരയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അപ്സര എന്താ ഇവിടെ? നിനക്ക് പണിയുള്ളതല്ലേ, നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണ്ടേ?